Hi students, നമ്മൾ ഇന്നലെ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിലെ HP axis of solid inclined to HP and parallel to VP and axis of solid inclined to VP and parallel to HP എന്നുള്ള കോൺസെപ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ആണെന്ന് ഞാൻ വായിക്കാം. Draw the projections of a hexagonal prism of base side 20 mm and axis length 50 mm when it rests on the ground on one of the edges of the base and the axis inclined at 35 degree to ground and parallel to VP. In question ഒന്നുകൂടി വായിക്കാം. Draw the projections of a hexagonal prism of base side 20 mm and axis length 50 mm when it rests on the ground on one of the edges of the base and the axis inclined at 35 degree to ground and parallel to VP. Okay, question ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമുക്ക് പ്രൊജക്ഷൻ വരയ്ക്കണം. ഏതിൻ്റെ? ഹെക്സഗണൽ പ്രിസം ആണ് അല്ലേ തന്നിരിക്കുന്നത്. എന്താണ്? ഹെക്സഗണൽ പ്രിസം ആണ് തന്നിട്ടുള്ളത്. They have given hexagonal prism ആണ് തന്നിട്ടുള്ളത്. ഒരു കേസ് ആ ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ബേസ് സൈഡ് 20 mm. ബേസ് സൈഡ് ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ബേസ് എത്രയാണ്? ബേസ് സൈഡ് എത്രയാണ്? ബേസ് സൈഡ് 20 ആണ്, 20 mm ആണ്. ആൻഡ് ആക്സിസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ പ്രിസത്തിൻ്റെ ഹൈറ്റ് ആണ് അല്ലേ. ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് പ്രിസം ദേ ഹാവ് ഗിവൺ 50 mm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, വെൻ ഇറ്റ് റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട്, ഇതെവിടെയാണ് റെസ്റ്റ് ചെയ്യണത്? ഹെക്സഗണൽ പ്രിസം റെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? HP-യിലാണ് അല്ലേ. അപ്പോൾ ഹെക്സഗണൽ പ്രിസം റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് ആണ്, വിച്ച് മീൻസ് ഓൺ HP-യിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓൺ വൺ ഓഫ് ദ എഡ്ജസ് ഓഫ് ദ ബേസ്. എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? വൺ ഓഫ് ദ എഡ്ജസ് ഓഫ് ദ ബേസ്. റെസ്റ്റ് ഓൺ HP വിത്ത് എഡ്ജ് ഓഫ് ബേസ് അല്ലേ, വിത്ത് എഡ്ജ് ഓഫ് ബേസ്. ഓക്കെ, എഡ്ജ് ബേസ് എഡ്ജിലാണത് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ആൻഡ് ദ ആക്സിസ് ഇൻക്ലൈൻഡ് അറ്റ് 35 ഡിഗ്രി ടു ഗ്രൗണ്ട്. ആക്സിസ് എങ്ങനെയാണ്? ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ആക്സിസ് എങ്ങനെയാണ്? 35 ഡിഗ്രി ടു ഗ്രൗണ്ട്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ HP-ക്കാണ് അല്ലേ, HP-ക്കാണ് ഇൻക്ലൈൻഡ് അല്ലേ. അതായത് തീറ്റ, ദേ ഹാവ് ഗിവൺ തീറ്റ ഈക്വൽ ടു എത്രയാണ്? 35 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ആൻഡ് പാരലൽ ടു VP ആണ്. അതായത് ആക്സിസ് തീറ്റ ഇൻക്ലൈൻഡ് അറ്റ് 35 ഡിഗ്രി ടു HP ആണ്. അതോടൊപ്പം എന്തെങ്ങനെയാണ്? പാരലൽ ടു VP ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയാണ് ഗിവൺ ഡാറ്റ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ എഴുതിയിടണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് പറയുമ്പോൾ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വരച്ച് തുടങ്ങണം. അതിന് മുൻപ് എന്താണ് ഹെക്സഗൺ എന്ന് അറിയേണ്ടത്? ഹെക്സഗണൽ പ്രിസം എന്ന് അറിയേണ്ടത് ഈ കാണാണ് ഹെക്സഗണൽ പ്രിസം. ഇത് ഓക്കെ, ഇത് ടോപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണു. ഇത് ബോട്ടം ഫേസ് ആയിട്ട് കൺസിഡർ ചെയ്യണു. ഇതാണ് ഹെക്സഗൺ അല്ല. ഇതാ റെക്ടാങ്കുലർ ഫേസസ് ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് എഡ്ജ്? ഏതാണ് ബേസ് എഡ്ജ് എന്ന് പറയുമ്പോൾ? ഏതാണ്? ഇതൊക്കെയാണ് ബേസ് എഡ്ജ്. ഇത് ബേസ് എഡ്ജാണ്, 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 ഇത് ബേസ് എഡ്ജാണ് അല്ലേ. ഇതിൻ്റെ കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് 1 2 3 4 5 6 6 കോർണേഴ്സ്, അതുപോലെ 6 എഡ്ജ്. 1 2 3 4 5 6 6 എഡ്ജ്. അപ്പോൾ ഈ 6 എഡ്ജസ് ഉണ്ട് അല്ലേ. അതുപോലെ ഈ ബോട്ടത്തിലുണ്ടല്ലോ, സെയിം തന്നെ അല്ലേ, ബോട്ടത്തിലും സെയിം തന്നെ അല്ലേ. അപ്പോൾ ഈ എഡ്ജിലാണ് ഇവിടെ HP-യിൽ റെസ്റ്റ് ചെയ്യണം. ഇമാജിൻ ഇപ്പോൾ ഇത് HP ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ കാണിക്കാം. ഇമാജിൻ ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഇത് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഇത് നമ്മളെ HP-യും ഇത് നമ്മളെ VP ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഹെക്സഗണൽ പ്രിസം ആണ്, റെസ്റ്റ് ഓൺ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ HP-യിലാണ്. അപ്പോൾ നമ്മളൊരു ഹെക്സഗണൽ പ്രിസം നമ്മൾ ഇമാജിൻ ചെയ്യണം. ആ ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തിട്ട് അതെങ്ങനെയാണ് ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യണത്? വിത്ത് ഇറ്റ്സ് എഡ്ജസ് ആണ് അല്ലേ. ഇത്ര എഡ്ജസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു എഡ്ജാണ് റെസ്റ്റ് ചെയ്യണത്. ശ്രദ്ധിക്കുക, ഇതാ എഡ്ജാണ് റെസ്റ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗം മാത്രമാണ് എന്ത് റെസ്റ്റ് ചെയ്ത് കിടക്കേണ്ടത് കേട്ടോ. ഇത് മാത്രമേ മുട്ടാൻ പറ്റുള്ളൂ. HP-യിൽ ഈ എഡ്ജ് മാത്രമേ, ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ എഡ്ജ് നോക്കുക, ആ എഡ്ജ് മാത്രമേ അവിടെ HP-യിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ റെസ്റ്റ് ചെയ്യുമ്പോൾ
ഈ സോളിഡിൻ്റെ ആക്സിസ് ഉണ്ടല്ലോ, ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ആക്സിസ് ഉണ്ടല്ലോ, ആക്സിസ് ഇൻക്ലൈൻ ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഇൻക്ലൈൻ ചെയ്യുന്നത്? ഗ്രൗണ്ടിനാണ്. ഗ്രൗണ്ടിന് എന്ന് പറയുമ്പോൾ HP-ക്കാണ് അല്ലേ? HP-ക്ക് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട്. HP-ക്ക് എങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്? 35 ഡിഗ്രിയാണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഇത് റെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എഡ്ജിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ സോളിഡ് ചരിഞ്ഞ് കിടക്കുള്ളൂ അല്ലേ? ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുള്ളൂ. ഈ ചരിഞ്ഞ് കിടക്കുമ്പോൾ സോളിഡ് എത്ര ഡിഗ്രി ചരിവിലാണ് നിൽക്കുന്നത്? എവിടെയാണ് നിൽക്കുന്നത്? HP-യിലാണ്. അപ്പോൾ നമ്മൾ ഈ പിടിച്ചിരിക്കുന്ന പൊസിഷൻ ശരി തന്നെയാണ് അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, ഇങ്ങനെ വെച്ചുകൂടെ സാറേന്ന് ചിന്തിക്കാം അല്ലേ? ഇങ്ങനെ ആകുമ്പോഴും എന്താണ്? ഇതാ എഡ്ജ് തന്നെയാണ്. ഈ എഡ്ജാണ് HP-യിൽ ചെന്ന് റെസ്റ്റ് ചെയ്യണത്. ഇങ്ങനെ പ്ലേസ് ചെയ്താൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വെച്ച് പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ആക്സിസ് എങ്ങോട്ടേ പോണത്? VP-യിലായിട്ടാണ് പോണത് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ റൈറ്റ് പൊസിഷൻ. എഡ്ജ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാ കാണുമെന്ന് വിചാരിക്കുന്നു. എഡ്ജ് നമ്മൾ HP-യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോളിഡ് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ ചരിവ് എത്രയാണ്? 35 ഡിഗ്രിയാണ്. ആ ചരിവ് എന്ന് പറയുമ്പോൾ ഈ സോളിഡിൻ്റെ ഈ ആക്സിസ് ഉണ്ടല്ലോ, ഇത് ഇവിടെയല്ല ആക്സിസ്. ഈ ആക്സിസ് എങ്ങനെ HP ആയിട്ട് എത്ര ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്? 35 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത പൊസിഷനാണ് ഉള്ളത്. ഓക്കെ, 35 ഡിഗ്രിയാണ്. എഡ്ജിൽ റെസ്റ്റ് ചെയ്യണു. അതേസമയം ഈ സോളിഡിൻ്റെ ആക്സിസ് HP-ക്ക് 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അറ്റ് ദ സെയിം ടൈം ദാറ്റ് ആക്സിസ് മേക്സ് പാരലൽ ടു VP-ക്ക് എങ്ങനെയാണ്? പാരലൽ ആണ് അല്ലേ? അപ്പോൾ അത് ഈ പൊസിഷനിലേ നടക്കുള്ളൂ. നോക്കുക, ഇതാണ് സോളിഡിൻ്റെ പൊസിഷൻ. എഡ്ജ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സൈഡിൽ നിന്ന് കാണിക്കാം കേട്ടോ. എഡ്ജ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. HP-യിൽ ഇൻക്ലൈൻഡ് ആണ്. ഈ സോളിഡ് ഇപ്പോൾ നമ്മൾ VP ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ VP ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ സോളിഡിൻ്റെ ആക്സിസ് എങ്ങനെയാണ്? VP-ക്ക് പാരലാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ ഇവിടെയാണ്. ഈ ആംഗിളിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കേണ്ടത് അല്ലേ? അപ്പോൾ ടോപ്പ് വ്യൂ നമ്മൾ ഈ ആംഗിളിൽ നിന്നാണ് നമ്മൾ ടോപ്പ് വ്യൂ നോക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഒറ്റയടിക്ക് വരയ്ക്കാൻ കഴിയില്ല അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ പൊസിഷൻ വരയ്ക്കണം. അപ്പോൾ സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ഇന്നലെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. ആക്സിസ് ഏതിനാണ് ഇൻക്ലൈൻഡ് നോക്കുക? HP-ക്കാണ് ഇൻക്ലൈൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സോളിഡിനെ എന്ത് ചെയ്യും? സോളിഡിൻ്റെ ആക്സിസ് HP-ക്ക് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് എന്തിന് പെർപെൻഡിക്കുലർ ആക്കും? HP-ക്ക് പെർപെൻഡിക്കുലർ. അപ്പോൾ നമ്മൾ ഈ സോളിഡിനെ പെർപെൻഡിക്കുലർ ആക്കുക എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിന് എന്ത് ചെയ്തു? ഇതിൻ്റെ ആക്സിസിന് എന്താണ്? പെർപെൻഡിക്കുലർ ആക്കി. അപ്പോൾ നമുക്കറിയാം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുക. ഇവിടെ നിന്നാണ് ഈ ടോപ്പ് വ്യൂ കിട്ടുക അല്ലേ? അപ്പോൾ ടോപ്പ് വ്യൂ കിട്ടുമ്പോൾ ടോപ്പ് വ്യൂ ആണ് ആദ്യം വരയ്ക്കേണ്ടത്. കാരണം ട്രൂ ഷേപ്പ് നമുക്ക് അവിടെ കിട്ടണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് ടോപ്പ് വ്യൂവിൻ്റെ പൊസിഷൻ അല്ലേ? കാരണം ഈ ഒരു എഡ്ജാണ്, ഇവിടെ ഈ കാണുന്ന ഈ എഡ്ജ് ഉണ്ടല്ലോ, ഈ എഡ്ജാണ് നമ്മൾ എന്ത് ചെയ്യണത്? റെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എഡ്ജാണ് നമ്മൾ HP-യിൽ റെസ്റ്റ് ചെയ്തിട്ടായിട്ട് എടുക്കുന്നത് അല്ലേ? ഇതിനെ നമ്മൾ ഇങ്ങനെ ചരിഞ്ഞ് എടുക്കുന്ന സോളിഡാണ്. അതിനെ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്തു അല്ലേ? അപ്പോൾ ബേസ് എഡ്ജ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു HP-ക്ക് ഇൻക്ലൈൻഡ് ആണ് ആക്സിസ് എന്ന് പറഞ്ഞു, VP-ക്ക് പാരലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് പൊസിഷൻ വരിക. ഓക്കെ, എഡ്ജല്ല റെസ്റ്റ് ചെയ്യണത്? എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് വയ്ക്കുക, എഡ്ജ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ലൈൻ ഉണ്ടല്ലോ, ഇവിടെ ഈ ലൈൻ വരച്ച് ഇത് HP, ഇത് VP, ഇതല്ലേ നമ്മളെ റെഫറൻസ് അല്ലേ? XY ലൈൻ അല്ലേ? അപ്പോൾ നമ്മൾ വരയ്ക്കണ XY ലൈനാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ വരയ്ക്കുക. ഇതിപ്പോൾ XY ലൈൻ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് വ്യൂവിലാണ് എനിക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഹെക്സഗൺ എങ്ങനെ കിട്ടുക? ഇങ്ങനെയാണ് കിട്ടുക അല്ലേ? ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഈ എഡ്ജാണ് നമ്മൾ HP-യിൽ റെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഈ എഡ്ജ് HP-യിൽ റെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ XY ലൈൻ എങ്ങനെയാണ് വരുന്നത്? XY ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. ഓർത്ത് വയ്ക്കുക, പോയിന്റ് നോട്ട് ചെയ്യുക. കാരണം ക്വസ്റ്റ്യനിൽ ബേസ് എഡ്ജ് റെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. സപ്പോസ് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഈ ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഇപ്പോൾ ബേസ് എഡ്ജാണ് റെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് ഇതിൻ്റെ കോർണറാണ് റെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനാണോ വരിക? ഈ പൊസിഷനാണ് നമുക്ക് ചിത്രത്തിൽ വരിക? അല്ല. കാരണം എന്താണ്? കോർണർ ഇതൊക്കെയാണ് കോർണർ, ഇതൊക്കെയാണ് കോർണർ. അപ്പോൾ ഏതെങ്കിലും ഒരു കോർണറിലാണ് റെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ കോർണർ. ഓക്കെ, ഈ ഒരു കോർണർ മാത്രമായിരിക്കും എന്ത് ചെയ്യണത്? റെസ്റ്റ് ചെയ്യണത്. ഈ ഒരു കോർണറാണ് റെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഈ കോർണർ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഇതാണ് പൊസിഷൻ വരിക. അതാ ഈ കോർണറാണല്ലോ, ഈ കോർണറിലാണ് റെസ്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരിക? എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. കോർണറിലാണ് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രോബ്ലം അല്ല, അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, കോർണറിലാണ് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ വരിക? നമ്മളെ ഹെക്സഗണൽ പ്രിസം ഇങ്ങനെയാണ് വരിക. കാരണം ദാ ഈ കോർണറിലാണ് നിൽക്കുന്നത്. ബട്ട് നമ്മളെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? എഡ്ജാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ്, ഇത് തെറ്റാണ്. ഇതെപ്പോഴാണ് വരയ്ക്കുക? ബേസ് എഡ്ജ് അല്ല, ബേസ് റെസ്റ്റ് ഓൺ HP എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഇറ്റ് റെസ്റ്റ് വിത്ത് ഇറ്റ്സ് വൺ ഓഫ് ഇറ്റ്സ് കോർണർ എന്ന് പറയും. ബേസ് കോർണർ, വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വ്യൂ വരിക. അതായത് ഇങ്ങനെ ആയിരിക്കും വയ്ക്കുക. ഈ കോർണറാണ്, ഈ കോർണറിൽ റെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയും. ബട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? എഡ്ജാണ് അല്ലേ?
എഡ്ജ് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി? ഇങ്ങനെയായി. ഇതാണ് എഡ്ജ്. നമ്മളെ ഈ എഡ്ജ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യണു. അപ്പോൾ ഇത് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്താ കിട്ടുന്നത്? എക്സ് വൈ ലൈൻ്റെ താഴെ ഇങ്ങനെയാണ് കിട്ടുക. ഇങ്ങനെയാണ് വ്യൂ കിട്ടുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വരച്ച് തുടങ്ങുകയല്ലേ. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനാണ് ഈ എച്ച് പി വി പി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി വരച്ച് തുടങ്ങാം. ആസ് യൂഷ്വൽ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എക്സ് വൈ ലൈൻ വരയ്ക്കും. എക്സ് വൈ ലൈൻ വരച്ചു. എക്സ് വൈ ലൈൻ വരച്ചു. ഹെക്സഗണൽ പ്രിസമാണ്. ബേസ് സൈഡ് 20 mm ആണ്. അതിൻ്റെ ഹൈറ്റ് 50 mm ആണ്. റെസ്റ്റ് ഓൺ എച്ച് പി വിത്ത് എഡ്ജ് ഓഫ് ബേസ്, വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ് ഓഫ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ള കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആക്സിസ് ഇൻക്ലൈൻഡ് ടു എവിടെയാണ്? എച്ച് പി ആണ്. അതായത് തീറ്റ 35 ഡിഗ്രി തന്നിട്ടുണ്ട്. ആൻഡ് ആക്സിസ് പാരലൽ ടു വി പി ആണ്. അപ്പോൾ നമുക്കറിയാം ആക്സിസ് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എച്ച് പി ആണ്. എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആക്സിസിനെ നമ്മൾ എന്ത് ചെയ്യണം? എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആക്കണം. എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആക്കുമ്പോൾ നമുക്ക് ട്രൂ ഷേപ്പ് എവിടെയാണ് കിട്ടുക? ടോപ്പ് വ്യൂവിലാണ് കിട്ടുക. അത് ട്രൂ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഹെക്സഗണൽ പ്രിസമാണ്. ഹെക്സഗൺ ഷേപ്പ് നമുക്ക് എവിടെയാണ് കിട്ടുക? ടോപ്പ് വ്യൂവിലാണ് കിട്ടുക. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ടോപ്പ് വ്യൂ എവിടെയാണ് വരയ്ക്കുക? ടോപ്പ് വ്യൂ എവിടെയാണ് വരയ്ക്കുന്നത് അല്ലേ? നമ്മൾ എക്സ് വൈ ലൈൻ്റെ താഴെ, എച്ച് വൈ ലൈൻ്റെ താഴെ. ഇപ്പോൾ വി പിയിൽ നിന്ന് ഇത്ര mm ഇൻ ഫ്രണ്ട് ആണെന്നൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ബട്ട് നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എച്ച് വൈ ലൈൻ്റെ താഴെ വരയ്ക്കുക. കാരണം എന്താണ്? സോളിഡ് റെസ്റ്റ് ചെയ്യണത് എവിടെയാണ്? എച്ച് പിയിലാണ് അല്ലേ? അപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എന്താണ്? ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എച്ച് പിയിലല്ലേ സോളിഡ് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് വരിക? എക്സ് വൈ ലൈനിലാണ് വരിക അല്ലേ? ഇത് പ്രൊജക്ഷൻ അല്ലേ? ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ എക്സ് വൈ ലൈനിലാണ് വരിക. അപ്പോൾ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിൽ നിൽക്കണമായിട്ടാണ് വരിക അല്ലേ? അപ്പോൾ ടോപ്പ് വ്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടി ഒരു എക്സ് വൈ ലൈനിൻ്റെ താഴെ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ എക്സ് വൈ ലൈനിൻ്റെ താഴെ ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണു? ഹെക്സഗൺ വരയ്ക്കുകയാണ്. അപ്പോൾ ബേസ് എഡ്ജ് അല്ലേ? ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. എത്ര? 20 mm ആണ്. ഇത് വരച്ചു. ഹെക്സഗൺ വരയ്ക്കാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരണ്ടേ? ഹെക്സഗൺ നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ വരച്ചു. ഈ ലൈനിൽ പ്രൊട്രാക്ടർ എടുത്ത് വെക്കുക. എന്നിട്ട് 120 ഡിഗ്രി എടുക്കുക. ഇതാണ് 120 ഡിഗ്രി എന്ന് എടുക്കുക. ഈ 120 ഡിഗ്രിന്ന് ലൈൻ ഉണ്ടല്ലോ, ഈ 120 ഡിഗ്രി പോയിന്റ് കിട്ടിയിട്ടില്ലേ? ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ആ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുക? 20 mm എടുക്കുക. ഓക്കെ, ഇനി അഗെയിൻ ഇവിടുത്തെ ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക? 120 ഡിഗ്രി എടുക്കുക. 120 ഡിഗ്രി എടുക്കണു. എടുത്തു. ഇവിടെയാണ് 120 ഡിഗ്രി വരുന്നത്. ആ പോയിന്റിലേക്ക് നമ്മൾ എന്താ ചെയ്യുക? 20 mm ഈ പോയിന്റിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക? 20 mm നമ്മളൊരു ലൈൻ ഇടുകയാണ്. 20 mm ഒരു ലൈൻ വരച്ചു. സിമിലർലി ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? 120 ഡിഗ്രിയിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുക. 120 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കുമ്പോൾ അത് ഇവിടെയാണ് വരിക. ഹെക്സഗൺ വരയ്ക്കേണ്ടതാണ് കേട്ടോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. കറക്റ്റ് ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് വരിക. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യുക? 20 mm ഡിസ്റ്റൻസ് അതിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക? ഇവിടെ നിന്നും 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പോൾ സംവേർ നമുക്ക് ഇവിടെ കിട്ടും. അത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അതിൽ 20 mm മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഈ എഡ്ജാണ്. അപ്പോൾ ഈ എഡ്ജ് എന്താണ്? ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് 120 ഡിഗ്രി എടുക്കുക. ഈ രണ്ട് എഡ്ജ് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഹെക്സഗൺ വരയ്ക്കണമെങ്കിൽ എന്താണ്? രണ്ട് എഡ്ജുകൾ തമ്മിലുള്ള ആംഗിൾ എത്ര എടുക്കേണ്ടത്? 120 ഡിഗ്രിയാണ്. ഇന്നലെ നമ്മൾ പെൻറ്റഗൺ പഠിച്ചു. എത്രയായിരുന്നു? 108 ഡിഗ്രിയാണ്. 108 ഡിഗ്രി ആയിരുന്നു. ഇത് ഹെക്സഗണ്. ഞാൻ ഇവിടെ എഴുതാം. ഹെക്സഗൺ ആംഗിൾ അല്ലേ? ഹെക്സഗൺ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി കേട്ടോ. 120 ഡിഗ്രി നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആസ് യൂഷ്വൽ നെയിമിങ് ചെയ്യണം. ഹെക്സഗണൽ പ്രിസമാണ്. ഞാനിവിടെ A, B, C, ഇത് C ആണ് കേട്ടോ. C, D, E, F എന്ന് കൊടുത്തു.
പ്രിസമാണ്. അപ്പോൾ സെൻറ്റർ ഉണ്ടാവും. ആ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കണം. സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇന്നലെ ചെയ്ത പോലെ ഇവിടെ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ കോർണർ ടു കോർണർ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇന്നലെ പിരമിഡിൽ നമ്മൾ പെൻറ്റഗണിൻ്റെ കേസിൽ വേറൊരു രീതിയിൽ ചെയ്ത് ഇവിടെ നമ്മൾ എന്താണ് ഓരോ കോർണറും ഓപ്പോസിറ്റ് ഈച്ച് അതറാണ്. അപ്പോൾ എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക, സിയിൽ നിന്ന് എഫിലേക്ക് വരയ്ക്കുക, ബിയിൽ നിന്ന് ഇയിലേക്കും വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ സെൻറ്റർ കിട്ടി. ഇതാണ് സെൻറ്റർ കിട്ടി. ഓക്കെ, സെൻറ്റർ നമുക്കൊരു O എന്ന് പേര് കൊടുക്കാം. O എന്ന് മതി അല്ല, അത് O P എന്ന് വേണം, P എന്ന് കൊടുക്കാം. P ബ്രാക്കറ്റിൽ താഴെ ഉണ്ട് എന്നുള്ളത് കൊടുക്കാം അല്ലേ. ഇത് ടോപ്പ് ഫേസ് ഉണ്ട്, ബോട്ടം ഫേസ് ഉണ്ട് അല്ലേ. അപ്പോൾ ABCDEF, ബോട്ടം ഫേസ് ചെയ്തിട്ടുള്ള EF, ബോട്ടത്തിൽ എന്താണ് G, ഇവിടെ H, FGHIJKL. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണ്ടേ? ഫ്രണ്ട് വ്യൂ ആദ്യം എന്താണ് ആക്സിസ് വരയ്ക്കണം. ആദ്യം നമ്മൾ പ്രൊജക്ടർ വരച്ചു XY ലൈൻ വരെ. ദെൻ XY ലൈനിൽ നിന്ന് ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 50 mm ആണ്. XY ലൈനിൽ നിന്ന് നമ്മൾ ഇത് പ്രിസം അല്ലേ, പ്രിസിൻ്റെ ആക്സിസ് 50 mm ആക്സിസ് വരച്ചു. ഇതാണെന്ന് ഇരിക്കട്ടെ 50 mm ഹൈറ്റ് ഇതാണെന്ന് ഇരിക്കട്ടെ. അതുപോലെ എയും എഫ് ഒക്കെ ഉണ്ട്, അതിൽ നിന്ന് നമ്മളൊരു പ്രൊജക്ടർ വരച്ചു. അതുപോലെ സിയും ഡിയിൽ നിന്നൊരു പ്രൊജക്ടർ വരച്ചു. ദെൻ ഈ പ്രൊജക്ടർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഏതുവരെ? ആക്സിസ് ഹൈറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ നമ്മളിതിനെ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂ കിട്ടി, പ്രിസം കിട്ടി, പ്രിസത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. നമുക്ക് ഇതൊക്കെയാണ് തിക്കായിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ ഈ ഫ്രണ്ട് വ്യൂ അല്ലേ വരച്ച്. ഫ്രണ്ട് വ്യൂ ഇവിടെ നമ്മൾ ഇവിടെ നോക്കുമ്പോഴല്ലേ, ഇവിടെ നോക്കുമ്പോൾ എന്താണ്? ഇത് കാണും അല്ലേ. അപ്പോൾ ഇതെല്ലാം ഇതിൽ കോൺസിഡർ ചെയ്തു. കാരണം എഫും എയും ഒക്കെ ഒരേ ലൈനിലാണ്, അതുപോലെ ഡിയും സിയും ഒക്കെ ഒരേ ലൈനിലാണ്, ഇയും ബിയും ഒരേ ലൈനിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ അല്ലേ, ഇവിടെ നമ്മൾ ആക്സിസ് ലൈനല്ലേ ഇട്ടിരിക്കുന്നത്. പക്ഷേ ആക്സിസ് ലൈൻ എന്താണ്? ഇവിടുത്തെ എഡ്ജായിട്ട് എന്താണ് കോൺസിഡർ ചെയ്യുന്നത്? ഇല്ലല്ലേ, ഇതല്ലേ ഇവിടെയാണ് ആക്സിസ് ഉള്ളത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ എഡ്ജ് കാണുന്നുണ്ട്. അപ്പോൾ ഈ എഡ്ജ് ഈ ആക്സിസിലായിട്ട് കോൺസിഡർ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്താണ്? ഈ എഡ്ജ് വിസിബിൾ ആണ്, ആക്സിസ് ലൈനെ കവർ ചെയ്ത് പോയി. ഇങ്ങനെയാണ് വ്യൂ കിട്ടുക അല്ലേ. ഇനി ഇതിന് എന്ത് ചെയ്യണം? നെയിം ചെയ്യണം അല്ലേ. നെയിം ചെയ്യുമ്പോൾ നോക്കുക, ടോപ്പ് ഫേസ് അല്ലേ ABCDEF എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ പോയിന്റ് എന്താ വരിക? ഇവിടെ നോക്കുമ്പോൾ തന്നെ എഫ് കാണും, എ കാണില്ല, F ഡാഷ് ബ്രാക്കറ്റിൽ A ഡാഷ്. അതേപോലെ ഇവിടെ നോക്കുമ്പോൾ E കാണും, B കാണില്ല, E ഡാഷ് ബ്രാക്കറ്റിൽ B ഡാഷ്. അതേപോലെ D കാണും, C കാണില്ല, D ഡാഷ് ബ്രാക്കറ്റിൽ C ഡാഷ്. അതുപോലെ ഹിയർ L കാണും, G കാണില്ല, അപ്പോൾ L ഡാഷ് ബ്രാക്കറ്റിൽ G ഡാഷ്. ഇവിടെ അതേപോലെ K കാണും, K ഡാഷ്, H കാണില്ല, H ഡാഷ്. അതേപോലെ ഇവിടെ J കാണും, I കാണില്ല, സോ J ഡാഷ് I ഡാഷ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഹൈറ്റ് എത്രയായിരുന്നു? ഈ ഹൈറ്റ് എത്രയാണ്? 50 ആണ് അല്ലേ. അത് നിങ്ങൾ ഡയമെൻഷൻ ചെയ്യണേ, 50 ആണ്. ഇവിടെ ഈ ഡയമെൻഷൻ 20 ആണ്, ഇത് 20 ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ഇൻക്ലിനേഷൻ അല്ലേ പറഞ്ഞിരിക്കണേ. ഇൻക്ലിനേഷൻ എങ്ങനെയാണ്? ആക്സിസ് അല്ലേ, ആക്സിസ് ഇൻക്ലൈൻഡ് അല്ലേ, 35 ഡിഗ്രി ആണ് അല്ലേ, തീറ്റ HPക്കാണ് ഇൻക്ലൈൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ് അല്ലേ. ഈ ലൈനിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് വരയ്ക്കണം. അപ്പോൾ ഇതിൽ ഞാനൊരു ടെക്നിക്ക് പറയാം. ഇവിടെ നമ്മൾ ഈ ആക്സിസ് ഇവിടെ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതാണ് XY ലൈൻ എന്ന് ഇമാജിൻ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ആക്സിസ് ആയത് ഇവിടെ ഇപ്പോൾ എന്താണ്? നമുക്ക് വി ക്യാൻ സേ കെയും ഇയും ആണ് അല്ലേ. KE എന്ന് പറഞ്ഞ എഡ്ജാണ് ഇത് K ഡാഷ് ആണ്, KE എന്ന് പറഞ്ഞ എഡ്ജാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ KE എന്ന് പറഞ്ഞ എഡ്ജാണ് ആക്സിസിൽ പോണത്. പക്ഷേ നമുക്ക് റെസ്റ്റ് ചെയ്യണത് ഏതാണ്? ഇവിടെ JI എന്ന് പറഞ്ഞ എഡ്ജാണ് ഇവിടെ റെസ്റ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഈ XY ലൈനിൽ ടച്ച് ചെയ്തിട്ട് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ആക്സിസിൻ്റെ ആംഗിൾ 35 ഡിഗ്രി അല്ലേ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഇതാണ് ആക്സിസ് വരയ്ക്കണമെന്ന് ഇരിക്കട്ടെ. ആക്സിസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വരച്ച് നമ്മൾ KE എന്ന് പറഞ്ഞ എഡ്ജാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ KE എന്ന് പറഞ്ഞ എഡ്ജ് ഒരിക്കലും ഇവിടെ നിൽക്കണില്ല. ഇവിടെ ഇത് 35 ഡിഗ്രിയിൽ നമ്മൾ വരച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് എഡ്ജ് പോവുക അല്ലേ. ഇത് 35 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഓക്കെ, മനസ്സിലാവുണ്ടോ? ഇവിടെ കാണിക്കാം. നമ്മളിങ്ങനെ വരച്ചു, ആ 35 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ആ ബേസ് എഡ്ജ് വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ 35 ഡിഗ്രിയിൽ വരച്ചു. ഇത് എത്രയാണ്? ഇത് 90 ഡിഗ്രി ആയിരിക്കും. അത് എത്രയാണ്? ഇത് ട്രയാങ്കിൾ ആയില്ലേ. ട്രയാങ്കിൾ എത്രയാണ്? 180 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് 35, ഇത് 90.
അപ്പോൾ 90 + 34 125. അപ്പോൾ 125 മൊത്തത്തിൽ 180. അപ്പോൾ 180യിൽ നിന്ന് ഈ 125 മൈനസ് ചെയ്താൽ കിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇവിടെ 90 ആണെന്ന് അറിയാം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 90 ആണ് അല്ലേ? അപ്പം 90 - 35 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ലേ? 90 - 35 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 55 ഡിഗ്രി ആണ് ഇവിടെ കിട്ടുക അല്ലേ? 55 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ, ഞാനത് രണ്ടാമത്തെ ഒരു കേസാണ് പറയണത്. നിങ്ങൾ എന്ത്, കാരണം ഈ ബേസ് എഡ്ജ് HP റെസ്റ്റ് ചെയ്യണത് കൊണ്ട് ആ ബേസ് എഡ്ജായി നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെയുള്ള ജെയും ഐയും ആണ് അല്ലേ? കാണാത്ത എഡ്ജാണ് JI എന്ന് പറഞ്ഞ എഡ്ജാണ് HP റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ JI എന്ന് പറഞ്ഞ എഡ്ജ് എന്നാണ് ഇത് പോണത്. ഇത് എന്തായാലും ഇവിടെ റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പോർഷൻ എന്താണ്? ലിഫ്റ്റ് ആവുന്നുണ്ട് അല്ലേ? ചരിയുമ്പോൾ ഈ ബേസിൽ ഈ XY ലൈനിൽ കിടക്കുന്ന സാധനം ലിഫ്റ്റ് ആവുന്നുണ്ട്. ഈ ഫേസ് ലിഫ്റ്റ് ആവുന്നുണ്ട്. ആ ലിഫ്റ്റ് ആകുമ്പോഴുള്ള ആംഗിൾ എത്രയാണ്? അത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ആക്സിസിൻ്റെ ആംഗിൾ എത്രയാണോ ആ 90 ഡിഗ്രിയിൽ നിന്ന് ഈ ആക്സിസിൻ്റെ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിളിലായിരിക്കും അത് ലിഫ്റ്റായി കിടക്കേണ്ടാവും. അപ്പോൾ ഇത് 35 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ബേസ് അങ്ങോട്ട് വരയ്ക്കുക. ബേസ് എത്ര? 55 ഡിഗ്രി എടുക്കുക. 55 ഡിഗ്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യണു? 55 ഡിഗ്രിയിൽ നിങ്ങൾ ബേസ് വരയ്ക്കുകയാണ്. ഈ ആംഗിൾ 55 ഡിഗ്രി ആണെന്ന് ഇരിക്കട്ടെ. ഈ ആംഗിൾ 55 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഈ വരച്ച ബേസ് ഏതാണ്? ഈ ബേസ് ആണ്. ഓക്കെ, ഈ പോയിന്റ് ഏതാണ്? ഇതാണ്. ഞാൻ ഇവിടെ നെയിം ചെയ്യുകയാണ്. J1 ഡാഷ് I1 ഡാഷ് എന്ന് കൊടുക്കുന്നു. അതേപോലെ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് മെഷർ ചെയ്യുക. ആ മെഷർമെൻറ്റ് ഇതിൽ കൊടുക്കുക. ആ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ പേര് കൊടുക്കുക. ഇവിടെ എന്താണ്? K1 K ഡാഷ് ആണ്, ഇത് H ഡാഷ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ K1 ഡാഷ് അതുപോലെ H1 ഡാഷ് എന്ന് കൊടുക്കും. അതേപോലെ ഇവിടെ ഇതാണ് L-ഉം G-യും ആണ് അല്ലേ? അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ L1 ഡാഷ് അതേപോലെ G1 ഡാഷ് എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് ആക്ച്വലി ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ ഈ എഡ്ജ് അല്ലേ, അത് ഇതല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റ് എത്രയാണ്? ആക്സിസ് ആയിട്ട് 50 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളൊരു 50 ഈ എഡ്ജിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കാം അല്ലേ? കാരണം ഇത് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ നിൽക്കുന്നത്. എത്ര mm ഡിസ്റ്റൻസിൽ? 50 mm നമ്മളൊരു ലൈൻ വരച്ചു. ഇത് ഇത്രയാണ് 50 mm വരുന്നതെന്ന് ഇരിക്കട്ടെ. ദെൻ ഈ ലൈനിനെ നമ്മൾ XY ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. XY ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തല്ലോ. ഇപ്പം നിങ്ങൾ ഈ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ ലൈൻ്റെ ആംഗിൾ ഒന്ന് മെഷർ ചെയ്യുക. ഈ ഒരു ലൈൻ്റെ ആംഗിൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണം എത്ര? 35 ഡിഗ്രിന്ന് കിട്ടണം. കാര്യം മനസ്സിലാവുണ്ടോ? 35 ഡിഗ്രിന്ന് കിട്ടണം. കാരണം ആക്സിസ് ഈ ലൈൻ്റെ ആംഗിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈൻ ഈ ആക്സിസ് 35 ഡിഗ്രിയിൽ വരച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ ഈ ബേസ് എഡ്ജ് ഇങ്ങനെ കാണിക്കുമ്പോൾ ചിലവർക്ക് ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഇത് 35 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഈ വരുന്ന ഈ ബേസ് എഡ്ജ് എത്ര ഡിഗ്രിയിലായിരിക്കും എന്ന് കണ്ടുപിടിച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ ഈ ബേസ് എഡ്ജ് വരച്ചിട്ട് പിന്നെ ഈ ആക്സിസ് എക്സ്റ്റെൻഡ് ചെയ്താലും മതി. ഓക്കെ, കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബേസ് കിട്ടിയല്ലോ. ബേസ് കിട്ടി, ആംഗിൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു, 35 ഡിഗ്രി എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്തു. ഇനി അതുപോലെ LG എന്ന് പോയ എഡ്ജാണ് ഇതാണ്. അത് നമ്മളിവിടെ വരച്ചു. എത്രയാണ് മെഷർമെൻറ്റ് എന്ന് എടുത്തു. ആ മെഷർമെൻറ്റ് ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ പോയിരിക്കണം. ആ പെർപെൻഡിക്കുലറിൽ വരച്ചു. അതേപോലെ ഇനി Jയും Iയിൽ നിന്ന് പോയ എഡ്ജ് അത് ഇവിടുന്ന് വരച്ചു. അത് നമ്മൾ കണക്ട് ചെയ്തു അല്ലേ? ഇനി നമുക്ക് ഇവിടെ നെയിമിംഗ് ഉണ്ട്. ഇവിടെ ഏതാണ്? Fഉം Aയും ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ എന്ത് വരും? F1 ഡാഷ് A1 ഡാഷ് എന്ന് വരും. ഇവിടെ എന്താണ് വരിക? ഇവിടെ Eയും Bയും ആണ്. സോ E1 ഡാഷ് ബ്രാക്കറ്റിൽ B1 ഡാഷ്. ഇവിടെ എന്താ? DC ആണ്. അപ്പോൾ ഇവിടെ D1 ഡാഷ് ബ്രാക്കറ്റിൽ C1 ഡാഷ്. ക്ലിയർ? ഇത് അതേപോലെ തന്നെ ഇതിന് എന്ത് ചെയ്തു? ടിൽറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ഡിഗ്രി? 35 ഡിഗ്രിയിൽ ടിൽറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ എന്താ ചെയ്യുക? ഇതിൻ്റെ പ്രൊജക്ഷൻസ് വരയ്ക്കുകയാണ് അല്ലേ? ഇതിന്ന് ഓരോ പോയിന്റിൽ നിന്നും ഓരോ കോർണറിൽ നിന്നും നമ്മൾ എന്താണ്? പ്രൊജക്ടർ താഴോട്ട് വരയ്ക്കണം. ഇപ്പോൾ L-ഉം Gയിൽ നിന്ന് ഞാനൊരു പ്രൊജക്ടർ താഴോട്ട് വരച്ചു. അതുപോലെ Kയും Hൽ നിന്ന് ഞാൻ ഒരു പ്രൊജക്ടർ താഴോട്ട് വരച്ചു. Jയും Lൽ നിന്ന് ഞാനൊരു പ്രൊജക്ടർ താഴോട്ട് വരച്ചു. സിമിലർലി Fഉം Aയിൽ നിന്ന് ഞാനൊരു പ്രൊജക്ടർ താഴോട്ട് വരച്ചു. Eയും Bയിൽ നിന്ന് ഞാനൊരു പ്രൊജക്ടർ താഴോട്ട് വരച്ചു. Dയും Cയിൽ നിന്ന് ഞാനൊരു പ്രൊജക്ടർ താഴോട്ട് വരച്ചു. ഓക്കെ, ദെൻ അതേപോലെ എന്താണ്? നമ്മളെ സിമ്പിൾ പൊസിഷൻ ഉണ്ടല്ലോ അല്ലേ? ഇത് സിമ്പിൾ പൊസിഷനാണ്. സിമ്പിൾ പൊസിഷനിൽ ടോപ്പ് വ്യൂ ഉണ്ട്. ടോപ്പ് വ്യൂ നിന്ന് ഓരോ നെയിമിങ്ങിൽ നിന്ന് നമ്മളൊരു പ്രൊജക്ടർ വരയ്ക്കണം. ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരയ്ക്കണം. അപ്പോൾ Bയും Hൽ നിന്ന് ഞാൻ ഒരു പ്രൊജക്ടർ വരച്ചു. GA-CI ഒക്കെ ഒരേ പ്രൊജക്ടറിലാണ് വരിക. ഓക്കെ, അതിൽ നിന്ന് ഞാനൊരു ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരച്ചു. അതേപോലെ FLDJ അതും ഒരേ പ്രൊജക്ടറിലാണ് വരിക. അവിടെ നിന്ന് ഞാൻ ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരച്ചു. അതേപോലെ EK
ഒരു ലൈനാണ് അത്. അവിടെ നിന്ന് ഞാൻ ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരച്ചു. ഇനി എന്താണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് നെയിമിങ്സ് നോക്കിയിട്ട് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഇത് എൽ ആണ്, ഇവിടെ എടുക്കുകയാണ് എല്ലിൻ്റെ പ്രൊജക്ടറാണ് ഇത്. ഇപ്പോൾ ഇവിടെ എവിടെയാണ് എല്ല് നോക്കുക, ഇത് എല്ലിൻ്റെ പ്രൊജക്ടറാണ്. ഇവിടെ ഇതാ ഈ പോയിന്റ് എഫ് എൽ ഇവിടെ അല്ലേ കിടക്കണേ, എഫ് എൽ ഇവിടെ കിടക്കണം. അപ്പോൾ ഇതാണ് എല്ല്, ഇവിടെയാണ് എല്ല് വരുന്നത്, എൽ. ഇനി അതുപോലെ ജിയുടെ പ്രൊജക്ടറാണിത്. അതുപോലെ ഇവിടെയാണ് ജി ഉള്ളത്. ജി എക്സ്റ്റെൻഡ് ചെയ്തു, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ് ജി. ഇവിടെ G1 L1 കൊടുക്കുക അല്ലേ, L1. അതേപോലെ ഇനിയിപ്പോൾ കെയും എച്ചും ഉണ്ട് അല്ലേ. കെയിൽ നിന്ന് വരുന്ന പ്രൊജക്ടർ ഇതാ. അതേപോലെ ഇവിടെ കെയിൽ നിന്ന് വരുന്ന പ്രൊജക്ടർ ഇതാണ്. ഇതിവിടെ കെ, ഇവിടെയും കെ. ഓക്കെ, ഇവിടെ പോയിന്റ് ഇട്ടു, നെയിം ചെയ്തു കെ. ഇനി എന്താ എച്ച് ഉണ്ട്. അപ്പോൾ എച്ചിൽ നിന്ന് വരുന്ന പ്രൊജക്ടർ ഇതാണ്, ഇവിടെ ഇതാണ്. സോ ഇവിടെ ഇട്ടു H1 K1. ഇനി അതേപോലെ ജെയും ഐയും ആണ്, സോറി ഇത് ഐ ആണ് കേട്ടോ, ജെയും ഐയും ആണ് അല്ലേ. ഇപ്പോൾ ജെയിൽ നിന്ന് വരുന്ന പ്രൊജക്ടർ ഇതാണ്. ജെ ഇവിടെ എവിടെയുള്ളത്, ഇവിടെയാണുള്ളത് അല്ലേ. ഇവിടെ ജെ ഉണ്ട്, ഇവിടെ ജെ ഉണ്ട്. ഇവിടെ കിട്ടി, ഇവിടെ നമുക്ക് പോയിന്റ് ഇടാം, J1 എന്നിടാം. ഇനി ഇവിടെ ഐ ആണ്. ഐ എവിടെയാണ് വരുന്നത്, ഇവിടെയാണ്. ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ ഐ വരുന്നു, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ I1 എന്നിട്ടു. ഓക്കെ, അപ്പോൾ ഈ ഫേസ് കഴിഞ്ഞു, ഈ ബോട്ടം ഫേസ് കഴിഞ്ഞു അല്ലേ. ഇനി അതേപോലെ എന്താണ് ടോപ്പ് ഫേസ് ഉണ്ട്. ടോപ്പ് ആകുമ്പോൾ എഫ് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഇവിടെ എവിടെയാണ് എഫ് ഉള്ളത്, ഇവിടെ താഴെയാണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെയാണ് പോയിന്റ്. അതിന് ഞാൻ F1 കൊടുക്കാം. ഇതുപോലെ എ ഉണ്ട്, ഇവിടെ എ വരുന്നു, ഇവിടെ എവിടെയാണിതാ, ഇവിടെയാണ് എ. സോ ഞാനിവിടെ A1 കൊടുക്കാം. അതേപോലെ ഇവിടെ ഇ ഉണ്ട്, ഇവിടെ എവിടെയാണ് ഇ, ഇവിടെയാണുള്ളത് അല്ലേ, ഇതാണ്. സോ ഇതിന് E1 കൊടുക്കാം. അതുപോലെ ബി ഉണ്ട്, ഇവിടെ ബി ഇതാണ്, B1 കൊടുക്കാം. ഇവിടെ ഡി ഉണ്ട്, ഇവിടെ ഡി എവിടെയാണ്, ഇവിടെയാണ്, D1 എന്ന് കൊടുക്കാം. ഇവിടെ സി ഉണ്ട്, ഇവിടെയാണ് സി, C1 കൊടുക്കാം. ഓക്കെ, ഇനി ഇത് കണക്ട് ചെയ്യണം അല്ലേ. നമ്മൾ ഇത് നോക്കണത് ഏതാ, ടോപ്പ് വ്യൂ അല്ലേ, ഈ ഡയറക്ഷൻ നിന്നാണ് നോക്കുക അല്ലേ, ഇവിടെ നിന്നാണ് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ഫേസ് മൊത്തം കാണാം, ഈ ഫേസ് കാണാം, ഇവിടെ ഈ എഡ്ജ് കാണാം, ഇത് കാണും. ഈ ബോട്ടം പോർഷൻ മാത്രം കാണില്ല, ഇവിടെയും കാണില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ ഫേസ് മൊത്തം കാണണ്ടല്ലോ, ഇവിടെ നോക്കുമ്പോൾ എന്തായാലും ഈ ഭാഗം കാണണ്ട. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യാണ്. എ ബി, ബിയിൽ നിന്ന് സി, സിയിൽ നിന്ന് ഡി, ഡിയിൽ നിന്ന് ഇ, ഇയിൽ നിന്ന് എഫ്, എഫ് ടു എ, ഈ ഫേസ് കാണും. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെയാണ് നമുക്കുള്ളത്, ഇങ്ങനെയാണ് നമ്മളെ പൊസിഷൻ, ഇങ്ങനെ നിൽക്കണം, ചേർത്ത് നിൽക്കണം. അപ്പോൾ ഈ ഭാഗം കാണുന്നുണ്ട് അല്ലേ. അതുപോലെ ഈ എക്സ്റ്റൻഡഡ് പോർഷൻ കാണുന്നുണ്ട് അല്ലേ, ഈ പോർഷൻ കാണുന്നുണ്ട്. അതേപോലെ ഇത് എൻ്റെ തമ്പുള്ളത്, ഈ എഡ്ജും കാണും. ഈ ബോട്ടത്തിലുള്ള ഈ രണ്ടെണ്ണം മാത്രം കാണാത്തുള്ളൂ അല്ലേ. അത് നമുക്ക് ഇവിടുന്ന് ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഈ ഭാഗം കാണുന്നുണ്ട്. അതുപോലെ ഇത് കാണും, ഇത് ഹെക്സഗൺ അല്ലേ, ഇങ്ങനെ ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, ഈ ഭാഗം ഉണ്ടല്ലോ, ഈ എഡ്ജും കാണാൻ കഴിയും അല്ലേ. കാരണം ഈ ഭാഗമല്ലേ നിൽക്കണേ, JI എന്ന് പറഞ്ഞാൽ ഈ ഭാഗമല്ലേ നിൽക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ GH കാണും അല്ലേ, GLും കാണും, GKയും കാണും. HL കാണില്ല, Hഉം Lഉം എന്താണ് കാണില്ല, ബേസ് എഡ്ജ് അല്ലേ, കാരണം ഇവിടെ നിന്ന് ഇത് ഉള്ളിലോട്ടാണ് പോയിരിക്കുന്നത്, ഇത് കാണില്ല. LJ കാണില്ല, ഡോട്ടർ ലൈനാണ്. KJ കാണില്ല, ഡോട്ടർ ലൈനാണ്. Hഉം Bയും കാണും, കാരണം ഇത് പ്രൊജക്റ്റഡ് ലൈൻസ് ആണ്. Kയും Eയും കാണും. ഓക്കെ, അതേപോലെ HB, അതായത് HB നമുക്ക് കാണും. മേലെ നോക്കുമ്പോൾ ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, അത് കാണും. ഇങ്ങനെയല്ലേ നിൽക്കണേ, ഇങ്ങനെയല്ലേ നിൽക്കണതാ. എൻ്റെ ഈ തമ്പുള്ളതാണ് ഇത്, തമ്പുള്ള ലൈനാണ് ഇത്. Kയും Eയും H എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ H എന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. HB എന്നുള്ളതൊക്കെ കാണും, അതുപോലെ Kയും Eയും കാണും. അതുപോലെ GA കാണും. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ GA എന്നുള്ള എഡ്ജ് കാണുമല്ലോ, GA എന്നുള്ള എഡ്ജ് കാണും. Lഉം Fഉം കാണും, അതാണ് ഇത്, Lഉം Fഉം കാണും. അപ്പോൾ നമുക്ക് കാണുന്നത് മാത്രം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, അത് മാത്രം തിക്കാക്കുകയാണെങ്കിൽ, സേ ദിസ് ഇസ് അവർ വ്യൂ, റിക്വയർഡ് വ്യൂ. ഡോട്ടർ ലൈൻ കാണിക്കണേ, ഇവിടെ ഡോട്ടർ ലൈനാണിത്, ഇതൊക്കെ ഡോട്ടർ ലൈനാണ്, ഇതും ഡോട്ടറാണ്, ഇതും ഡോട്ടറാണ്.
ഇവിടെ നിന്ന് ഈ എഡ്ജ് കാണും, ഇവിടെ നിന്ന് ഈ എഡ്ജ് കാണും, ഇവിടെ നിന്ന് ഈ എഡ്ജ് കാണും, ഈ എഡ്ജ് കാണും, then here, here, and here, 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 here. Okay, so this is our projection. Okay, അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി ഇതിലും വേറെയും പ്രോബ്ലംസ് ഒക്കെ കുറേ എണ്ണം ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചാണ്, ഒരു 2-3 ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ തന്നെ 30 minutes ആയി. എന്നാൽ ഇത് മതി, ഞാൻ സ്ട്രെസ് ചെയ്യണില്ല. ഇനിയിപ്പോൾ എക്സാം വരികയല്ലേ, ഇനി നമുക്ക് ആ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകുമ്പോൾ അപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.